ഗൈസ്, അനന്തുവിൻ്റെ കല്യാണം പ്രമാണിച്ചുള്ള മേക്കോവറാണ്. താടിമുടിയൊക്കെ നെട്ടി ഒതുക്കി. അതേ സമയത്ത് ഫർസാന എന്നെ കാണിച്ചു തരാം. ഇരിക്കുന്നതിൻ്റെ മണിക്കൂർ ഒന്നായി. മുടി വെട്ടണം, ബ്രൈറ്റനിങ് ഇത് ഫേഷ്യൽ ചെയ്യണം, ഡീടാൻ ചെയ്യണം. എൻ്റെ അത്ര നേരം എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് കയറിയതാണ്. ഇടയിൽ ഫുൾ ഇരുട്ടായി. എന്നിട്ട് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞില്ല. ഗൈസ്, ഫർസാനെ കണ്ടില്ലേ? ഫർസാനെ എൻ്റെ താടി മീശ കണ്ട് ഇതാവും നോക്കാം. എണീറ്റ് ഇതാ വരുന്നു. ഇത്ര ഒരു ദിവസം ഫുള്ളത്തെ പരിപാടിയായിരുന്നു. എന്നെ കണ്ടിട്ട് ഫർസാനെ അയ്യെന്ന് പറയുന്നുണ്ട്. ഇതാണ് ഇങ്ങനത്തെ സ്റ്റൈൽ. ഫർസാന മുടി എങ്ങനെയുണ്ട്? ഇങ്ങനെയാണ് ഇത്. ഫർസാന ദേഷ്യപ്പെടുന്നത് മീശ എടുത്തതിനെന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഇറ്റാലിയൻ സ്റ്റൈൽ. മിന്നടി. ഓക്കെ, ബൈ ബൈ. എവിടെ പോകുന്നു? Getting married. This is his first marriage and we are going to attend that. Yeah. And this is our first marriage also after our marriage. Yeah. Exactly. Let's see guys. നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്തതായിരിക്കും ഈ വ്ളോഗിൽ. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കും, ചായ കുടിക്കാൻ നിർത്തും, പുതിയ ജ്യൂസസ് ഒക്കെ മേടിച്ച് തരും എന്നാണ് പറയുന്നത്. സോ ബൈ. ഗൈസ്, നീണ്ട നേരത്തെ റൈഡിന് ശേഷം ഫർസാനയുടെ കുണ്ടിയെല്ലാം പോച്ച് അടപ്പോരി എന്നെ തെറി വിളിച്ചു. ഞാൻ പിന്നെ ഇവിടെ ഇറങ്ങി ഒരു കടയിൽ കയറി. ഇതാണ് കട. അറിയാൻ ഏത് കടയാണെന്ന്. മറ്റേ നമ്മുടെ കോളേജിൻ്റെ അടുത്തുള്ള സെൻറ്റ് സേവിയേഴ്സ് കോളേജിൻ്റെ അടുത്തുള്ള ഒരു കാഫെയാണ്. ഇവിടെ നിന്ന് ഒരു ഷേക്ക് ഒരു മൊഹീത്തും പറഞ്ഞിട്ടുണ്ട്. ഇത് കുടിച്ചിട്ടാണെങ്കിൽ ബാക്കി യാത്ര. അല്ലെങ്കിൽ ഫർസാന എന്നെ വെച്ചേക്കത്തില്ല. ആൾ മുഖം കണ്ടില്ലേ? ഈ ചേച്ചീനെ നോക്കുന്നു. സാമാനം വന്നിട്ടുണ്ടോ? ഇതാണ് കുക്കീസ്, ഗ്രീൻ ആപ്പിൾ മൊഹിറ്റോ. ഫർസാന ഇത് കുടിക്കുന്ന കാണാം. അയ്യേ, ഈ ഓട്ടോയിൽ നല്ലൊരു പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് 43 minutes ഉണ്ട്. എന്ന് ചെന്ന വീടെത്താൻ ഗേറ്റ് തുറന്നിട്ടുണ്ട് കേട്ടോ. നാളെ ഈ സമയത്ത് അനന്തു വിവാഹിതരാണ്. അനന്തുവിന് എന്താണ് തോന്നുന്നത്? എന്തെങ്കിലും ഒരു പേടി തോന്നുന്നുണ്ടോ? നിലവിൽ ഇതുവരെ എനിക്ക് പേടി. അല്ല, കുറേ വീഡിയോ കൊണ്ടല്ലോ ഇങ്ങനെ കെട്ടുന്ന സമയത്ത് കെട്ട് തെറ്റിപ്പോകുന്ന കുറേ ആൾക്കാർ ബേക്കിൽ നിന്ന് പിടിക്കുന്ന അങ്ങനത്തെ കുറേ സംഭവമൊക്കെ. അല്ല, അങ്ങനെ കുറേ വീഡിയോ കണ്ടില്ല. ബേക്കിൽ നിന്ന് കെട്ടുന്ന സമയത്ത് കെട്ട് കറക്റ്റ് ആവുന്നില്ല. ഇല്ല, റീൽസിലെ കാണുന്നല്ലോ റൊമാൻറ്റിക് ആയിട്ട് ചോദിക്കുക, കെട്ടുന്നതിന് മുന്നേ ഞാൻ കെട്ടിക്കോട്ടെ അങ്ങനെയൊക്കെ. കെട്ടിയ ശേഷം ഇങ്ങനെ ഉമ്മ കൊടുക്കുന്ന പരിപാടിയാണോ? കെട്ടിയുടെ മൈൻഡ് പോലും ചെയ്യില്ല പെണ്ണിനെ. അനന്ത് പോകുന്നു. കുറെ നേരം കൊണ്ട് ദൂരാൻ ശ്രമിക്കുകയാണ്. ആരുടെ കഴിവ് കേട് നോക്കട്ടെ. ഇത് ഇനി അത് റീലാക്കി നമുക്ക് ലേരി പോണം. ലേരി പോണം. അതെന്തോന്നു? ഞാൻ ചേട്ടാ അത് കൊള്ളാം കേട്ടോ. അവരൊക്കെ തിന്നിട്ടൊക്കെ കിടക്കുകയാണ്. കല്യാണ ചെക്ക് എന്തോ അവിടെ ഉണ്ട്. ആനന്ദിന്റെ കല്യാണ ബെഡിനെ പറ്റി എന്താണ് പറയുന്നത്? ഇത്രയും നാളും നമ്മളെ വീട്ടിൽ വിളിച്ചു കയറ്റിയ സമയത്ത്, നമ്മളെ വീട്ടിൽ വിളിച്ചു കയറ്റിയല്ല, നമ്മൾ ഉണ്ടാകുന്ന ബെഡിന്റെ ആവശ്യമില്ല. ഒരു കല്യാണമായപ്പോ 10-30,000 രൂപ എടുത്ത് എമ്മ മാറ്റേണ്ടതായിരുന്നു. 1000 ഹോഴ്സ് പവർ ഉള്ള ബെഡ്. അതെ, അതും ജർമ്മനി, അതും ഒറ്റ ഹോഴ്സ് പവർ ഉള്ള പയ്യൻ. അതാണ് ബ്ലാക്ക് പാന്തറിന്റെ ടെക്നോളജി ആണെന്ന് ഈ പയ്യൻ
എഫോർട്ട് കുറയ്ക്കാനാണെന്ന് തോന്നുന്നു. ഇതിനെ മറ്റേ വൈബ്രേഷൻ ടെക്നോളജിയാണ്. ഒരു അടി ഇങ്ങോട്ട് എടുത്താൽ 2 അടി. രഹസ്യം അറിയാമോ? ഞാൻ AC കാണിക്കാനാണെന്ന്. രഹസ്യം അറിയാം. എവിടെ നോക്കുക? ഇതിനുള്ള അറ കണ്ടില്ലേ? പല രീതിയിലും എനിക്കറിയാമേ. ഇതൊക്കെ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഈ വീടിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? ഈ റൂമെല്ലാം നോക്കൂ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ റൂമിലെല്ലാം വൈറ്റ് ആണ്. ഒരേ ഒരു കാര്യം ഒഴിച്ച് കട്ടിൽ ഇതൊഴിച്ച്. എന്തുകൊണ്ട്? അനന്തൂരിനോട് നമുക്ക് ചോദിക്കാം. എന്തുകൊണ്ട് ഈ റൂമിലെ ഇത് മാത്രം ബ്രൗൺ അല്ലെങ്കിൽ തടി കളർ, ബാക്കി എല്ലാം ഓഫ് വൈറ്റ് ആക്കാൻ കാര്യം എന്താണ്? എന്തുകൊണ്ട് ഇത് മാറ്റിയില്ല? പൈസ ഇല്ല, അതുകൊണ്ട് മാറ്റിയില്ല. ഹലോ, പിന്നെ ഇതിന് എക്സ്ട്രാ പൈസ കൊടുത്ത് മാറ്റിയായിരുന്നല്ലോ. അവര് കൊടുത്ത ഫാൻ നോക്കി അഡ്മയർ ചെയ്യുന്ന കുറച്ച് യുവാക്കൾ. ഓഫീസിൽ കൊടുത്ത ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് കൊടുത്ത TV. ഷയോമിയുടെ സ്മാർട്ട് TV ആണ് ഇത്. ആരം എവിടെ? ഇത് കല്യാണ ഫോട്ടോ. ഇത് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടിന്റെ കല്യാണത്തിന്റെ ഫസ്റ്റ് ഫോട്ടോ ഫ്രെയിം. ആരെ ഇതും പിടിച്ചോണ്ടിരിക്കാൻ. ഗായ്സ്, നമ്മൾ അനന്തുവിന്റെ വാക്ക് ധിക്കരിച്ച് അനന്തു നമ്മളെ ക്ഷേത്രത്തിന്റെ ഒരു AC ഇല്ലാത്ത റൂമിൽ കടത്താൻ നോക്കി. പക്ഷെ നമ്മൾ അവസാനം AC ഉള്ള റൂമിൽ തന്നെ എത്തിപ്പെട്ടിരിക്കുന്നു. ഫർസാന എടുക്കലെന്നാണ്. ഫർസാനയുടെ തലയിൽ കണ്ണ് മാത്രം എടുക്കാം. ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് അന്നുചോണ്ട കല്യാണത്തിന് രാവിലെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു എടുക്കുകയും ചെയ്ത കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കും കേട്ടോ. ഗായ്സ്, അങ്ങനെ ആ ദിവസം വന്നെത്തി അനന്തുവിന്റെ കല്യാണം. കണ്ടില്ല? റൊമാൻറ്റിക് പോസുകൾ. അനന്തുവിന്റെ റൊമാൻറ്റിക് പോസുകളെ എല്ലാരും കണ്ടോണ്ടിരിക്കുകയാണ്. ഇത്രയും ആൾക്കാരാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരൊരു നാണമല്ല. ഇതാണ് അനന്തുവിന്റെ സ്റ്റേജ് ഫിയർ എല്ലാം പോയി. അല്ലെങ്കിൽ അത് നാളമാനം ഉണ്ടാവും. അനന്തുവിന്റെ കല്യാണം. അനന്തുവിന്റെ വധുവിനെ കയ്യും പിടിച്ച് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ നടയിലൂടെ മന്ദം മന്ദം നീങ്ങുന്നു. അവന്റെ ചിരിയും സന്തോഷം കണ്ടില്ലേ? സാരി ഉണ്ടോ അവിടെ? ഊരി പോവും. ഇത് അവരല്ലേ? അടുത്ത കല്യാണം കഴിക്കാൻ പോകുന്ന 2 പേരാണ്. താങ്കൾ എക്സൈറ്റഡ് ആണോ? താങ്കളുടെ കല്യാണം എന്ന് കെജിൻ തന്നെ ഞങ്ങളുടെ മുന്നേ കല്യാണം കഴിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നു? എന്തിനാ ഇങ്ങനെ നാണിക്കുന്നത്? ഇങ്ങനെ എങ്ങനെ കല്യാണം കഴിക്കും? ഒരു സദസ്സിനെ നിങ്ങൾ എങ്ങനെ? ഇപ്പോഴേ ഇങ്ങനെ നാണമാണെങ്കിൽ ഒരു സദസ്സിനെ എങ്ങനെ അഭിമുഖീകരിക്കും കല്യാണത്തിന്റെ സമയത്ത്? കുഴപ്പമില്ല, ഞാൻ ഓക്കെ. എന്നെ എന്തെങ്കിലും കുറ്റം പറയാനോ? ഇവിടെ മുളയിലൊന്ന് പോകാം. ഇവരിങ്ങനെ നാണം കുടിക്കാൻ എങ്ങനെ? കോളേജില് 10-100 പെമ്പിള്ളേരെ ഇടയിൽ കിടന്ന് അഴിഞ്ഞാടുന്ന ഇവനാണ് നാണമില്ലെന്ന് പറയണത്. അങ്ങനെ ആ നിമിഷം വന്നെത്തി. ഇവർക്ക് ശേഷം ഇനി ഇവർ. ഗൈസ്, കണ്ടില്ലേ? ഇതാണ്
അങ്ങനെ അവർ കേറുകയായി സുഹൃത്തുക്കളെ. ഫാമിലി ഫോട്ടോ ടൈം. അതിനിടയിൽ സ്വന്തം ഫോട്ടോ ഉണ്ടാക്കുന്ന വിഷ്ണു. നിപ്പ് കണ്ടില്ല. ഒന്നും കൂടെ പറ. റെക്കോർഡായില്ല. ഒന്നും കൂടെ ലാസ്റ്റ്. ഇനി വരില്ല. അനന്തുവിന് ഒരു കല്യാണം നടന്നിരിക്കുകയാണ്. താങ്കളുടെ അഭിപ്രായം? അത്ഭുതം. ഇത് ലോകത്തിലെ 8ാമത്തെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. കാരണം ഒരു പെണ്ണും കിട്ടില്ല, ഞാൻ ആകെ മൂഞ്ചി എന്ന് പറഞ്ഞുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അനന്തുവിന് ഇപ്പൊ പെണ്ണ് കിട്ടിയിരിക്കുകയാണ്. നോക്കൂ, അവന്റെ ആ സന്തോഷം കണ്ടില്ല, ചിരി കണ്ടില്ല. ഇന്നലെ എത്ര 2-3 ആഴ്ച കൊണ്ട് ചിരിക്കാൻ തുടങ്ങി. ഇതുവരെ അവന്റെ ചിരി മാഞ്ഞിട്ടില്ല. അത് മായാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. പക്ഷെ അവന്റെ കയ്യിരിപ്പോണ്ട് ചിലപ്പോ മാഞ്ഞാലേ ഉള്ളൂ. ആ ചിരി കണ്ടില്ലേ? നമുക്ക് 1017 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലേ? ചുമ്മാ ഒരു സബ്സ്ക്രൈബേഴ്സ് പറ്റത്തില്ല. നമ്മൾ അങ്ങനെ എങ്ങോട്ടാണ് പോകുന്നത്? അറിയാമോ? നിങ്ങൾ ഗസ്റ്റ് ചെയ്യൂ. നിങ്ങളെന്ന് പറയുന്ന ആരും ഇല്ല ഗസ്റ്റ് ചെയ്യാൻ. നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് അനന്തുവിന്റെ കല്യാണ മണ്ഡപത്തിലോട്ടാണ്, ഓഡിറ്റോറിയത്തിലോട്ടാണ്. ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട്, 8 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നല്ലേ. കെജിനെ പറ്റി അടുത്ത ഒരു വിവാഹ ന്യൂ ബ്രൈഡ് ഓൺ ടൗൺ സമയം ഇതുവരെ ക്ലിയർ ആയിട്ട് പക്ഷെ എന്നാലും കണ്ണടച്ചുള്ള അല്ലെങ്കിൽ ഡിസംബർ. അതെ, വളരെ ഫ്യൂ മന്ത്സേ ഉള്ളൂ ബാക്കി. എന്താണ് പറയാനുള്ളത് കെജിനെ പറ്റി? എന്തിനാണ് എന്റെ മോന്തയിലോട്ട് വരുന്നത്? എന്തുകൊണ്ട് കെജിനെ സെലക്ട് ചെയ്തു? വേറെ ആരെ കിട്ടാത്തോണ്ട്. മറ്റുള്ളവരിൽ നിന്ന് എന്താണ് കെജിനെ മാട്രിമോണിയിൽ അങ്ങനെ ഒരു വേറെ ആയിട്ട്? ലാസ്റ്റ് പീസ് ആയിരുന്നു. അഹങ്കാരം കൂടുതലാണോ അട്രാക്റ്റീവ്നെസ് ആക്കിയത്? ചേട്ടന്റെ ചിരിയിലാണ് വീണത്. ചേട്ടന്റെ ഈ ചിരിയിലാണ്. എന്റെ താടിയിലാണോ വീണത്? ആ ലുക്ക്, ആ മൂക്ക്. മതി ഓവറാക്കാണ്. എന്റെ ഫോണാണ് കേസ് ഇട്ടിട്ടില്ല കേട്ടോ. ആരെല്ലാം സൂക്ഷിച്ചു പിടിക്കണമെന്ന് എനിക്ക് പറയാമോ? അയ്യോ
പെണ്ണ് തോന്നിക്കുന്നു. അനന്തു അവിടെ വെയിറ്റ് ചെയ്യും. വളരെ കുത്തിക്കയറി ഞെരങ്ങി കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. വളരെ ഇടിച്ച് നശിപ്പിച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് കുഞ്ഞൊക്കെയാണ് കയറിയത്. അവസാനം സദ്യയുടെ അടുത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. ബൊഫേ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ഇടി കൊണ്ടാലും കുഴപ്പമില്ല. എനിക്ക് കിട്ടിയ ഇടി ചില്ലറയല്ല ഗൈസ്. കിട്ടാൻ എൻ്റെ ബോഡി സാരി ഊരിഞ്ഞാണ് സാരിക്ക് ഊരി കൈ തന്നു. ഞാനത് സാരി പൊക്കി പിടിച്ചാണ് ഫർസാന സദ്യ കഴിക്കാനായിട്ട് കയറിയത്. ദേഹം ആസകളെ ഇടിഞ്ഞ് ഞൊറുകി ഞാനൊരു പക്ഷെ അത് ഫണ്ണായിരുന്നല്ലേ. ഈസി ആയിരുന്നു. എന്റെ കാല് തറയെ തൊട്ടില്ല, ഞാൻ തനിയെ ഒഴുകി വന്നു. റോയ് കാറ് പാർക്ക് ചെയ്യാൻ പോയി. എന്തോന്ന് കാണിക്കുന്നത്? ശാരി കല്യാണത്തിന് വന്നില്ല. എല്ലായിടത്തും മിണ്ടോ, അധികം മിണ്ടാതെ വേണ്ട. റീയൂണിയൻ ഫോൺ എടുത്തില്ലായിരുന്നു. അപ്പൊ ടിഷ്യൂ എടുത്തില്ലായിരുന്നു. ഞാൻ കണ്ട് ശ്രദ്ധിച്ചില്ല. നേരെ വീട്ടിൽ പോണോ? ഉടുപ്പ് ആനന്ദിന്റെ വീട്ടിൽ നിങ്ങൾ മാറ്റായിരുന്നല്ലോ. നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അനന്തുവിന്റെ എൻഗേജ്മെന്റ് അല്ല, റിസപ്ഷൻ ആണ്. കണ്ടില്ലേ? ജിസാന ആരും കാണാത്ത വ്ളോഗുണ്ട്, ചുമ്മാ ഓർമ്മയ്ക്ക് വേണ്ടി. ജിസാന എൻ്റെ അടുത്ത് ദേഷ്യത്തിലാണ്. ജിസാനെ കല്യാണം വിളിച്ചില്ല. പക്ഷെ ജിസാനെ ഞാൻ സ്റ്റാർട്ട് കണ്ടില്ല. ജിസാൻ എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചെന്ന് പറയുന്നത്. പക്ഷെ ഫേസ്ബുക്ക് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ജിസാന. മോളെ, അനന്തുവിന്റെ കല്യാണത്തിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ഈ കുട്ടിയുടെ നമുക്ക് ചോദിക്കാം. അടുത്തതായി കേക്ക് മുറിച്ചടങ്ങാണ്. ആദ്യത്തെ കേക്ക് മുറിയും. നമ്മുടെ കേൾപ്പുണ്ടോ?
മാമന്റെ കല്യാണത്തെ കുറിച്ച് അഭിപ്രായം? ഗൈസ് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ ക്യൂ നിൽക്കുകയാണ്. ഇവരാണ് ഇപ്പോൾ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത്. അലീഷയുടെ ഫേക്ക് സ്മൈലും നിസാനെ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഹസ്ബൻഡ് എന്നെ വെയിറ്റ് ചെയ്ത്. അതെ, അല്ല വ്ലോഗ് ആരും കാണാൻ പറ്റത്തില്ല. പക്ഷെ 3 പേർക്ക് ലിങ്ക് അയച്ചിട്ട് കാണാൻ പറ്റും. അതെ, തലയുള്ളവർക്ക് മാത്രമേ അയച്ചോളൂ. ജിസാനെ കഴിച്ചാൽ കേട്ടോ.